ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പോസസീവ് ആയിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ടിനെയാണ് നമുക്ക് ഡീൽ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് എഫക്റ്റീവായി ഡീൽ ചെയ്യാൻ സാധിക്കുക, അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മടി കൂടാതെ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ പോസസീവ് ആയിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ടിനെ നമുക്ക് എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, പോസസീവ് ആണ് അല്ലെങ്കിൽ വളരെ ടോക്സിക് ആണ് അല്ലെങ്കിൽ എങ്ങനെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലേബല് അവർക്ക് കൊടുക്കുന്നതിന് മുൻപ് അവരോട് എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെരുമാറ്റം കാരണം നിങ്ങൾ എന്താണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് ഇൻസെക്യൂർ ആയി മാറുന്നത്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിസ്റ്റർബ് ആകുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് വേണ്ടത്. ഈ കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കണം. ഇതിന് പകരം പല ആളുകളും ചെയ്യുന്നത്, നീ വളരെ ടോക്സിക് ആയിട്ടാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ വളരെ പൊസസീവ് ആയിട്ടാണ് പെരുമാറുന്നത്, പൊസസീവ് ആണ്, ഇങ്ങനെയൊക്കെയുള്ള ലേബൽ കൊടുക്കുന്നതാണ് പലപ്പോഴും പതിവ്. ഒരു പക്ഷേ ഇതായിരിക്കും റിലേഷൻഷിപ്പിൽ വരുന്ന ആദ്യത്തെ വിള്ളല്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ലേബൽ കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പ്രവൃത്തി കാരണം, അല്ലെങ്കിൽ അവരുടെ സംസാരമോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയോ കാരണം നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമതായി, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും പ്രവൃത്തികളാണ് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് നിരന്തരം എപ്പോഴും അവർക്കറിയണം. നിങ്ങൾ എന്ത് ചെയ്യുന്നു, എവിടെയാണ്, ആരുടെ കൂടെയാണ് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം നിങ്ങളെ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യാനുള്ള ഒരു സ്പേസോ അല്ലെങ്കിൽ അതിന് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾ പുറത്തു പോയിരിക്കുകയാണെങ്കിൽ നിരന്തരം വിളിച്ച് ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡിസ്റ്റർബൻസ് വരുന്നു. അതേപോലെ തന്നെ എല്ലായ്പ്പോഴും ഫുൾ ടൈം ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം മുഴുവൻ അവർക്ക് കോൾ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ വേണം. ഇനി ഇൻ കേസ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ത്രട്ടൺ രീതിയിലാണ് അതിനെ നേരിടുന്നത്. അതായത് അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെയുള്ള ഒരു തരം ഭീഷണി അല്ലെങ്കിൽ ത്രട്ടൺ ആയിട്ടാണ് നിങ്ങളോട് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യം. അപ്പൊ ഇതൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ആ റിലേഷൻഷിപ്പ് കുറെ കൂടി ഹാപ്പി ആയിട്ട് നമുക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നായിരിക്കും. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നേരിട്ടുകൊണ്ട് ആ റിലേഷൻഷിപ്പ് ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആക്ച്വലി ഈ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒട്ടും ഈ കാര്യങ്ങളൊന്നും എന്നെ ഹാപ്പി ആക്കുന്നില്ല, റിലേഷൻഷിപ്പ് തകരാൻ ഇത് കാരണമാവും എന്ന് അവരോട് കൃത്യമായി ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം. മൂന്നാമത്തെ കാര്യം, ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാണ് എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി ആവശ്യം, ആ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ നീഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. ഇവിടെ ആയിരിക്കും പലപ്പോഴും ഓരോ ആളുകളുടെ കോൺസെപ്റ്റും ഡിഫറെന്റ് ആണ്. അപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള കോൺസെപ്റ്റിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് പരസ്പരം മനസ്സിലാക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പൊസസീവ്നെസ് വരുന്നതിനുള്ള ഒരു കാരണം അവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ടാണ് കൂടുതൽ ഹാങ് ഔട്ട് ചെയ്യുന്നത്, എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ എന്നെ ഇഷ്ടമാണ് എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർക്ക് ആ ഒരു സെക്യൂരിറ്റി ഫീൽ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ് എന്നുള്ള ഒരു കാര്യം നിങ്ങളിൽ നിന്നും കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണ് എന്നറിയുന്നതിനുള്ള ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്, അത് അറിയണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ റിലേഷൻഷിപ്പിലാണ്, ഞാൻ കമ്മിറ്റഡ് ആണ് എന്നുള്ളത് അവർക്കൊരു ഉറപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് എന്താണെന്നുള്ളത് കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഐ ലവ് യു, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കമ്മിറ്റഡ് ആണ്, ഞാൻ നിന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് പറയണമായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് ഡയറക്റ്റ് പറയണമെന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു സെക്യൂരിറ്റി ഫീൽ തോന്നാത്തത്.
അതുകൊണ്ട് തന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ് എന്നുള്ള കാര്യമാണ് നിങ്ങളുടെ മൈൻഡിലുള്ളതെങ്കിൽ അത് തുറന്ന് പറയുക. ഫൈനലി നിങ്ങളുടെ പ്ലാൻസിൽ, അതായത് നിങ്ങളുടെ ലൈഫ് പ്ലാൻസിൽ അവരെ കൂടി ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളിൽ തീർച്ചയായും അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഒരു പാർട്ടാണ് അവരും എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് ആ ഒരു കാര്യം മനസ്സിലാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ ഏതെങ്കിലും പ്ലാനിങ്ങിലൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ തീർച്ചയായും നമുക്ക് ഒരു ബോയ് ഫ്രണ്ട്, അതായത് ഒരു പൊസസീവ് ആയിട്ടുള്ള രീതിയിലാണ് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അവരെ കറക്റ്റായിട്ട് ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായി നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്